മഴ തോരും മുമ്പേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീന വല്യപ്പച്ചനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ റീത്താമരയും എൽസാമരയും എല്ലാ കാര്യങ്ങളും സംസാരിക്കണം. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. വല്യപ്പച്ചൻ എന്നോട് ഒന്നും പറയുന്നില്ല തുറന്നുറപ്പോൾ. എനിക്ക് ഒന്നും അറിയില്ല മോളെ, പിന്നെ എങ്ങനെ പറയാനാണ്. അവർ പിണക്കാണ്. അവൻ പട്ടാളത്തിലായിരുന്നപ്പോൾ എൽസാമ്മയ്ക്ക് റീത്താമ്മയുടെ അടുത്ത് തന്നെ താമസിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് ആങ്ങളമാരുടെയും ചേച്ചിയുടെയൊക്കെ കണ്ണൊന്നെത്തിക്കോട്ടെ എന്ന് വിചാരിച്ച് അവരുടെ വീടിനോടടുത്ത് തന്നെ ഒരു വീടെടുത്ത് കൊടുത്ത്. അത് തന്നെ ആകെ കഷ്ടകാലമായത്. അതിനുശേഷം പിന്നീട് റീത്താമ്മ എൽസാമ്മനെ ശരിക്കും ലാലിച്ചനിൽ നിന്ന് പിരിക്കുകയാണ് ചെയ്തത്. അവൻ കൊള്ളാത്തവനാണ്, കള്ളുകുടിയനാണ്, ദുഷ്ടനാണ്, ക്രൂരനാണ് എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് തിരുത്തിയെന്ന് പറഞ്ഞപ്പോൾ ദുഷ്ടനും ക്രൂരനാണെങ്കിൽ എന്നെ സ്വീകരിക്കുമോ വല്യപ്പച്ചാന്ന് പറയുമ്പോൾ അത് ശരിയാണ് മോളെ, പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം. അവനെപ്പറ്റി അങ്ങനെ 100,000 കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആ കൊച്ചന്മാർക്ക് വന്നിരിക്കും. ആ കുട്ടികൾക്ക് വരെയും അവനോട് താല്പര്യമില്ല. അവളെ ബന്ധുക്കളേന് ഇഷ്ടം. ആ കുട്ടികളെ ഓരോന്ന് പറഞ്ഞ് തിരുത്തിയേക്കണ്. അവർക്ക് വേണ്ട പണം കിട്ടുന്നുണ്ടല്ലോ, ലാലിച്ചൻ അത് കൊടുക്കുന്നുണ്ട്. ആ പണം ആര് തിന്നണമെന്ന് പോലും ലാലിച്ചൻ അന്വേഷിക്കാറില്ല എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എൽസാമ്മനെ റീത്താമ്മനെ പറ്റിയും കുടുംബക്കാരെ പറ്റിയും ഒക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കണ്. അപ്പോൾ ആ കുട്ടീനെ ചികിത്സിക്കാത്തതിൽ പപ്പയ്ക്ക് വിഷമമുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ നമ്മളെന്ത് ചെയ്യാനാണ്, അവരില്ല അതൊക്കെ ചെയ്യേണ്ടത്, നമ്മളവരടുപ്പിക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് റോബിച്ചനും ആൽബിച്ചനും നമ്മുടെ ലാലിച്ചനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അലീനയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കും. അലീനയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ കൊണ്ടു നിർത്തിയാൽ നിങ്ങൾക്ക് മാത്രമല്ലല്ലോ ഞങ്ങൾക്ക് നാണക്കേടല്ലേ, ആ പെണ്ണിനെ അവിടെ നിർത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എടാ ആൽബിച്ച 22-23 വർഷങ്ങൾക്ക് മുന്നൊരു സംഭവമാണ്. എന്തായാലും അന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു പെണ്ണിനെ സ്നേഹിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട്, അവൾ ഗർഭിണിയായിട്ടുണ്ട്. ഇപ്പോഴാണ് എൻ്റെ മോള് ജീവിച്ചിരിപ്പുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. എനിക്ക് തന്നെ അത് ഫസ്റ്റ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് പറ്റുവാടാന്ന് ചോദിക്കും. അത് പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ, എൻ്റെ മോള് അനാഥാലയത്തിൽ ഇനി അനാഥാലയത്തിൽ കിടക്കാൻ പാടില്ല, നിങ്ങളുടെയൊക്കെ നാണക്കേടും മാനക്കേടും ഓർത്ത് എൻ്റെ മോളെ ഞാൻ ഇനി അനാഥാലയത്തിൽ കൊണ്ട് തള്ളണം എന്നാണോ നീ പറയണതെന്ന് വെച്ചപ്പോൾ എന്നല്ല, അതിന് വല്ലതും കൊടുത്തുങ്ങായിട്ട് ഒഴിവാക്കുക, അല്ലാണ്ട് ഈ കൂടെ താമസിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരെന്ത് പറയും, എൽസാമ്മ ചേച്ചി മക്കൾ എന്ത് പറയും. എൻ്റെ മക്കളും എൻ്റെ അലീനയും ഒരുപോലെ തന്നെയുണ്ടാ, കണ്ണും കയ്യും കാലും മൂക്കും തലയുള്ളൊരു നല്ലൊരു മനുഷ്യ കുട്ടി തന്നെയാണ് അവളെന്ന് പറയും. എനിക്ക് അവളെ ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറയും. അതാണ് പറഞ്ഞത്, എൽസാമ്മ ചേച്ചിക്ക് മക്കൾക്ക് നാണക്കേടാവില്ലേ, അവരുടെ കാര്യം നോക്കണ്ടേ. അവരുടെ പപ്പയ്ക്ക് പണ്ടെങ്ങാണ്ടുണ്ടായ ആ വിഹിത സന്തതി വീട്ടിൽ താമസിക്കുമെന്ന് പറയുമ്പോൾ അവരെന്തോരം അപമാനം സഹിക്കുന്നുണ്ടാവും. നിങ്ങളുടെ കാര്യം മാത്രമാണോ നോക്കണമെന്ന് വെച്ചപ്പോൾ ഈ തൽക്കാലം എനിക്ക് ഈ കാര്യത്തിൽ എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, എൻ്റെ മോളുടെ കാര്യം നോക്കണം. ഇനി അവളെ ഞാൻ പറഞ്ഞല്ലോ, ഇനി അവളെ അനാഥാലയത്തിലേക്ക് എനിക്ക് കൊണ്ട് തള്ളി വിടാൻ പറ്റില്ല. 24 വർഷം എൻ്റെ മോൾ അനുഭവിച്ചു, ഇനി അത് നടക്കില്ല. പിന്നെ എൻ്റെ മോൾ അനാഥാലയത്തിൽ കഴിയുന്നേക്കാളും എനിക്ക് താല്പര്യം എൻ്റെ കൂടെ താമസിച്ചിട്ട് നാട്ടുകാർ മോശപ്പേര് പറയണത് തന്നെയാണ് കേട്ടോ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ നിനക്ക് അപമാനം എന്തെല്ലാം നടക്കുന്നുണ്ടെങ്കിൽ നിനക്ക് ഞാൻ നഷ്ടപരിഹാരം തരാം. കോടതി നഷ്ടപരിഹാരം കൽപ്പിക്കാറില്ലേ, അതുപോലെ എത്ര വേണ്ടതെന്ന് വെച്ചാൽ ചോദിച്ചോ, നിങ്ങൾക്ക് നഷ്ടപരിഹാരം ഞാൻ തരാമെന്ന് പറയും. ഞാൻ ഫോൺ വയ്ക്കുന്നു പറഞ്ഞു. റോബിച്ചനും ആൽബിച്ചനും മുട്ടുകുത്തുന്നു. എന്താ പറഞ്ഞ അയാൾ ചേട്ടൻ എന്ന് ചോദിച്ചപ്പോൾ അയാൾ തനി പട്ടാളക്കാരൻ, അയാളെത്തിക്ക് എടുക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ അവിടുന്ന് പിരിയും. അതിനുശേഷം വീണ്ടും ലാലിച്ചൻ എവിടേക്കോ പോണ്. അപ്പോൾ ആരോടും പറയുന്നില്ല. അപ്പോൾ വല്യപ്പച്ചൻ വന്നു കഴിഞ്ഞിട്ട് ചോദിച്ചാൽ ലാലിച്ചൻ നീ എവിടേക്കാണ്ടാ പോകേണ്ടതെന്ന് ചോദിക്കും. പോണേ എവിടേക്കും പോകണം, പറഞ്ഞിട്ട് പോടാന്ന് പറയും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്ന് പറയും. പക്ഷേ ഒന്നും മിണ്ടാണ്ട് അയാൾ തിരിച്ച് പോവുകയാണ് ചെയ്യണത്. അപ്പോൾ അലീന വരും. എന്താ വല്യപ്പച്ചാന്ന് ചോദിക്കും. അതെ അവൻ ലാലിച്ചൻ പിണങ്ങിപ്പോയി മോളെ, ചെറിയ ദേഷ്യത്തിലാണെന്ന് പറയും. ഇവനോട് ചോദിച്ചപ്പോൾ ഇവനൊന്നും അറിയില്ല എന്നറിയും. ഇവന് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, അവൻ കണ്ണടച്ചിരിക്കുന്ന എല്ലാതും കണ്ടിട്ടെന്ന് പറഞ്ഞ് ആൻ്റെ അപ്പനോട് വഴക്കുണ്ടാക്കണം. വല്യപ്പച്ച എന്തിനാ ആളെ വഴക്ക് പറയണേന്ന് ചോദിക്കും. പോയ ആൾക്കാർ വരും എന്ന് പറയും. ദേഷ്യത്തിലാണ് പോയത് മോളെ എന്ന് പറയും. അതെന്താണാവോ, എവിടേക്കാവും പോയിട്ടുണ്ടാവുക, അറിയില്ല. വല്യപ്പച്ചനെ എൻ്റെ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കിയ? നിൻ്റെ പേരും പറഞ്ഞ് ഞാനൊന്നും വഴക്കുണ്ടാക്കിയിട്ടൊന്നുമില്ല. ഞങ്ങൾ തമ്മിൽ ഒരു പെഗടിച്ചാൽ തീരാവുന്ന വഴക്കേ ഞങ്ങൾ തമ്മിലുള്ളൂ. ഇതിനിടയ്ക്ക് വേറെന്തോ സംഭവിച്ചിട്ടുണ്ട്, അതൊന്ന് ദേഷ്യത്തോടെ ഇങ്ങനെ പോയെന്ന് പറയും. അതിനുശേഷം വീണ്ടും അലീന വൈജയന്തിൻ്റെ കാര്യം പറയുന്നു. അപ്പം ഞാൻ അനാഥാലയത്തിലേക്ക് തന്നെ തിരിച്ചു പോകണതല്ലേ വല്യപ്പച്ച നല്ലതെന്ന് പറഞ്ഞു. അതെന്താ മോളെ നീ അങ്ങനെ പറയണേ, അല്ലെങ്കിൽ തന്നെ ആലോചിച്ച് ചോദിക്കുക. ഞാനൊന്ന് ജനിച്ചു പോയി, അതെൻ്റെ തെറ്റാണോ? ബൊമ്മയോ പാവയൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഒടിച്ച് കളയേ പൊട്ടിച്ച് കളയേ ചെയ്യായിരുന്നു, റോഡിൽ വരച്ച ചിത്രം ഉണ്ടെങ്കിൽ മാച്ച് കളയായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാണ് വല്യപ്പച്ച, ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത് ആർക്കും വേണ്ടാണ്ട് ജനിച്ചതല്ലേ, എന്നിട്ടിപ്പോൾ ഞാൻ എല്ലാവർക്കും ഒരു ഭാരമാവല്ലേ. ചെറുപ്പത്തിൽ എന്തോരം കൊതിച്ചിട്ടുണ്ടെന്നറിയാം. ഓരോരുത്തർ അമ്മമാരും അച്ഛന്മാരും കുട്ടികളെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ ഞങ്ങൾ നോക്കി നിന്നിട്ടുണ്ട്.
ഞങ്ങൾക്കും അതുപോലെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എന്തോരം ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീ എന്നെ ഒന്ന് മോളേന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ ഓടിച്ചെന്ന് ആ മടിയിൽ വീഴുമായിരുന്നില്ലേ വല്യപ്പച്ച എന്നൊക്കെ പറഞ്ഞിങ്ങനെ അലീന കരയിന് പറഞ്ഞു. മോളെ എല്ലാവർക്കും ഒരുപോലെ ചിന്തിക്കാൻ കഴിയില്ല. ഈ പറഞ്ഞ എനിക്കായാലും എൻ്റെ മനസ്സിലുമുണ്ട് ദേഷ്യവും കുശുമ്പും വൈരാഗ്യവും ഒക്കെ. അത് ആവശ്യത്തിന് പ്രയോഗിക്കുന്നു മാത്രം. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മോള് വിഷമിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അലീന വല്യപ്പച്ചൻ അലീനനെ സമാധാനിപ്പിക്കുന്നതാണ് എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. പിന്നീട് നമ്മുടെ ലാലിച്ചൻ എവിടേക്കൊക്കെ പോകുന്നുണ്ട്. ഓഫീസിൽ പോകുന്നുണ്ട്. ഓഫീസിൽ പോയി കഴിഞ്ഞിട്ട് അലീനയുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം റോബിച്ചൻ്റെയും ആൽബിച്ചൻ്റെയും അടുത്ത് ചെല്ലുന്നുണ്ട്. അപ്പോൾ അവരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ പെണ്ണ് ആഗ്രഹിക്കുന്നുണ്ടാവോ ഇതുപോലെ വീട്ടു സന്തതി എന്ന് പറഞ്ഞ നാട്ടുകാരെ മുന്നിൽ പരിചയപ്പെടാനൊക്കെ? ആ പെണ്ണ് ആഗ്രഹിക്കുന്നുണ്ടാവില്ല എന്നൊക്കെ പറയും. എന്തായാലും അവരുടെ ഉദ്ദേശമൊന്നും നടക്കില്ല ലാലിച്ചൻ്റെ അടുത്ത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പുറത്ത് പോകുന്ന ബബിത മുടിയൻ്റെ കൂടെ വേറൊരു പെണ്ണിനെയാണ് കാണുന്നത്. അപ്പം മുടിയൻ തന്നെ പറ്റിക്കുകയാണെന്ന് ബബിതയ്ക്ക് മനസ്സിലാവും. റൂമിൽ വന്നിരുന്നു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കരയുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ കുടിച്ച് കൂത്താടി ബോധമില്ലാണ്ട് വന്ന് കോണിംഗ് ബെല്ലടിക്കുന്നതും കൃഷ്ണമോള് അച്ഛനെ താങ്ങി പിടിച്ച് കൊണ്ടുപോകണ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. ഇപ്പോൾ ബാലചന്ദ്രൻ വൈജയന്തിനെ കാണുമ്പോൾ ക്രൂരമായൊരു നോട്ടം നോക്കുന്നുണ്ട്. വൈജയന്തിക്കാണെങ്കിൽ കഥയൊന്നും അറിയാതെ ആട്ടം കാണുന്ന പോലെ. എന്നാലും ബാലചന്ദ്രനെ ഇതേമാതിരി കുടിച്ചു കാണാത്തത് കൊണ്ട് തന്നെ ഇതെന്താ സംഭവിച്ചതെന്ന് അറിയാണ്ട് ഞാൻ ആകാംക്ഷയോടെ നോക്കിയിരിക്കുന്ന വൈജയന്തിയെ കാണിച്ചുകൊണ്ടാണ് പ്രമോയുടെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.